ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ജെൻഡറിനെ സംബന്ധിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയായിരിക്കും. ജെൻഡർ എന്ന് പറയുന്നത്, സെക്സ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും. ലിംഗം, ലിംഗഭേദം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ആൺകുട്ടികൾ, പെൺകുട്ടികൾ, അതുപോലെ തന്നെ ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ തുടങ്ങിയ ആളുകളെല്ലാം നമ്മൾ ജെൻഡർ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജെൻഡർ ഇക്വാളിറ്റീസ്, ജെൻഡർ ഇൻഇക്വാളിറ്റീസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കോഴ്സ് കോഡും കൂടി ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. BSOC 107 ആണ് കോഴ്സ് കോഡ് കേട്ടോ. അതുപോലെ തന്നെ അസൈൻമെന്റുകളെല്ലാം കൃത്യമായിട്ട് എഴുതി വെക്കാനായിട്ട് അസൈൻമെന്റുകളെല്ലാം കൃത്യമായിട്ട് എഴുതി വെക്കാനായിട്ട് ഒന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ശരി. അപ്പോ നമ്മൾ ആ ഒരു സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന് പറയുന്നത്, നമുക്ക് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കുമ്പോൾ തന്നെ ജെൻഡറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ജെൻഡർ എന്താണെന്നും അതുപോലെ തന്നെ ജെൻഡർ ഇനിക്വാളിറ്റീസിനെ കുറിച്ചും ക്വാളിറ്റീസിനെ കുറിച്ചും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുകയും കൂടെ ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യമേ ഇതിന്റെ മൊഡ്യൂൾസും കാര്യങ്ങളും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സും കാര്യങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ജെൻഡർ, സെക്സ് ആൻഡ് സെക്ഷുവാലിറ്റി ആണ് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ജെൻഡർ, സെക്സ്, അതുപോലെ തന്നെ സെക്ഷുവാലിറ്റി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കണം. പിന്നെ ജെൻഡർ ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ജെൻഡർ ആൻഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലിംഗഭേദം അല്ലെങ്കിൽ ലിംഗവും അതുപോലെ തന്നെ അതിന്റെ വർക്കും, അതായത് നമുക്കറിയാം ലിംഗ അസമത്വങ്ങളൊക്കെ ഒരുപാട് നിലനിൽക്കുന്ന ഒരു മേഖല, തൊഴിൽ മേഖലയിൽ എപ്പോഴും ലിംഗ അസമത്വങ്ങളുണ്ട് അല്ലെ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് രീതിയിലാണ് അവര് എമൗണ്ട് ശമ്പളം കൊടുക്കുന്നത്. പണ്ടൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, ഇത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 500 രൂപ ആൺകുട്ടികൾക്ക് കൊടുക്കും അല്ലെങ്കിൽ പുരുഷന്മാർക്ക് കൊടുക്കുമ്പോൾ 300 രൂപയ്ക്ക് ആയിരിക്കും സ്ത്രീകൾക്ക് കൊടുക്കുക. അത്രയും ഒരു എമൗണ്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന തൊഴിൽ ചെയ്യുന്ന സമയം ഒരുപോലെ ആണെങ്കിലും ചെയ്യുന്ന തൊഴിൽ ഒന്നാണെങ്കിലും പോലും ശമ്പളം വളരെ വ്യത്യാസപ്പെട്ടാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നൊക്കെ നമ്മൾ കുറെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെയുള്ള ശമ്പളം കൊടുക്കണം എന്നുള്ള ചില ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ നമ്മുടെ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. മസ്കുലിനിറ്റി എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേകതയായിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഒരു മസിലൊക്കെയുടെ മസ്കുലിനിറ്റി ആണ് അവർക്കുള്ള ഒരു പ്രത്യേകത, ശാരീരിക പ്രത്യേകത എന്ന് നമ്മൾ പറയും. ഫെമിനിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്കറിയാം. പെൺകുട്ടികളുടെ ശരീര പ്രകൃതിനെയൊക്കെ നമ്മൾ ഫെമിനിറ്റി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ആ മസ്കുലിനിറ്റിനെയും അതുപോലെ തന്നെ ഫെമിനിറ്റിയും ഒക്കെ എന്താണെന്നും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഫാമിലി സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ കുടുംബം അതുപോലെ തന്നെ സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ, അതായത് നമ്മുടെ തൊഴിലിലുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഡിഫറൻസും കാര്യങ്ങളും എല്ലാം അല്ലെങ്കിൽ അവരെ വേർതിരിവിക്കുന്നതൊക്കെ ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ പ്രോപ്പർട്ടിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അല്ലേ. അതായത് നമ്മുടെ പുരുഷന്മാർക്കാണ് കൂടുതലായിട്ട് കുടുംബത്തിനെ പ്രോപ്പർട്ടീസ് കൂടുതലായിട്ട് ലഭിക്കുന്നത് നമുക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പാട്രിയാർക്കി സമൂഹമാണ് നമ്മുടേതെന്ന് നമുക്കറിയാം. പുരുഷാധിപത്യ സമൂഹമാണ് നമുക്കുള്ളത്. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. പുരുഷാധിപത്യത്തിൽ കൊടുകുത്തി വാഴുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും നമുക്ക് ആ ഒരു ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ ഇന്നും അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും പുരുഷാധിപത്യത്തിന്റെ കീഴിൽ തന്നെയാണ്. ആൺകുട്ടികൾ അല്ലെങ്കിൽ ആ ഒരു എൽഡസ്റ്റ് ആയിട്ടുള്ള പുരുഷനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും കാര്യങ്ങളെല്ലാം നടത്തുന്നത് പുരുഷൻ തന്നെയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എംപോവർമെന്റ് ആൻഡ് ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ്, ഇന്റർ സെക്ഷനാലിറ്റി, റേസ്, എത്നിസിറ്റി ആൻഡ് കാസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജെൻഡർ പവർ, സബോർഡിനേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ സെക്ഷൽ വയലൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ലൈംഗിക അതിക്രമങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. പണ്ട് പല പത്രങ്ങളിലും ഇപ്പോഴും പണ്ടും ഒക്കെ എന്നും നിലനിൽക്കുന്ന ഒരു വാർത്തയാണ് അല്ലേ, സെക്ഷൽ ഹരാസ്മെന്റ് ഒക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ വാർത്തകളിൽ നിറയാറുണ്ട്. കാരണം സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒന്നും ഒരിടത്തും ഒരു രക്ഷയും ഇല്ല എന്നുള്ള കാര്യം നമ്മൾക്ക് ആ പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ചൈൽഡ് അബ്യൂസ് അതുപോലെ തന്നെ സ്ത്രീകളുടെ മേലുള്ള അതിക്രമങ്ങളെല്ലാം വർദ്ധിച്ചു വരികയാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മൂവ്മെന്റ്സ് ഇൻ കൊളോണിയൽ ഇന്ത്യ, റോഡ്സ് ആൻഡ് റൂട്ട്സ് എന്ന് പറയുന്ന
ഒരു കോൺസെപ്റ്റും ഉണ്ട്. കൊളോണിയൽ ഇന്ത്യയിൽ തൊട്ടാണ് നമുക്കൊരു വിമൻസിനെ നമ്മൾ ശക്തി പ്രാപിച്ചെന്ന് പറയും. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന ഒരു നാടകമൊക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ, അറിയാം എല്ലാവർക്കും. അപ്പൊ ആ ഒരു പണ്ടത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകാത്ത, അല്ലെങ്കിൽ സ്ത്രീകൾ പുറത്തേക്ക് വരാത്ത, അല്ലെങ്കിൽ വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ കൊളോണിയൽ ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൊളോണിയൽ ഇന്ത്യയിൽ കോളനികൾക്കെതിരെ നമ്മൾ സമരങ്ങൾ നടത്തിയപ്പോൾ പുരുഷന്മാരെ കൊണ്ട് മാത്രം സമരങ്ങൾ നടത്തിയാൽ ഒരിക്കലും ഇത് അവസാനിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം അവരിൽ ഉണ്ടായപ്പോൾ സ്ത്രീകളും കൂടെ മുന്നോട്ട് വരാനായിട്ട് തുടങ്ങി. ഒരുപാട് സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ഈ ഒരു ബ്രിട്ടീഷ് ആധിപത്യമൊക്കെ സഹായകരമായിട്ടുണ്ട്. അപ്പൊ അതും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ വരുന്നത് കണ്ടംപററി വുമൻസ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ 1950 to 2000 വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1950 മുതൽ 2000 വരെയുള്ള വുമൻ മൂവ്മെന്റ്സിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അവരുടെ അവകാശം, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ മുന്നിട്ടിറങ്ങി വരികയും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുകയും ചെയ്തിരുന്ന ഒരു സമ്പ്രദായം 1950 മുതലാണ് ഏകദേശം തുടങ്ങിയത്. കാരണം അതുവരെ സ്ത്രീകളെ അമർത്തി വെച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് ആ ഒരു നമ്മുടെ ആ ഒരു കൊളോണിയൽ ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ ഏർപ്പെട്ടപ്പോഴാണ് സ്ത്രീകൾ കൂടുതൽ അവരുടെ ആവശ്യങ്ങളായിട്ട് മുന്നോട്ട് വരികയും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സമരങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തത്. കല്ലുമാല സമരമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ സ്ത്രീകളുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് തന്നെ നടത്തിയ സമരങ്ങളാണ് അതെല്ലാം. പിന്നെ വരുന്നത് ക്യൂർ മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ക്യൂർ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജെൻഡറിലെ പല ജെൻഡറിൽപ്പെട്ട ആളുകൾ ഉണ്ടല്ലോ. ഉദാഹരണം പറയുകയാണെങ്കിൽ ലെസ്ബിയൻസ്, അതുപോലെ തന്നെ ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകള്, ഗേയ്സ്. അപ്പം ഗേ എന്ന് പറയുന്ന ആൺകുട്ടികളോട് തന്നെ ഒരു ആകർഷണം തോന്നുകയും അവര് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകളെയാണ് നമ്മൾ ഗേ ആളുകൾ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ലെസ്ബിയൻസ് എന്ന് പറയുന്ന സ്ത്രീകളോട് തന്നെ ആകർഷണം തോന്നുന്നതിനെയാണ് നമ്മൾ ലെസ്ബിയൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബൈസെക്ഷൽ, ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒരുപോലെ താല്പര്യം തോന്നുന്ന വ്യക്തികളെ നമ്മൾ ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ എന്ന് വിളിക്കാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ജെൻഡർ ആയിട്ടുള്ള പലതരത്തിലുള്ള ജെൻഡറിൽപ്പെട്ട ആളുകളുടെ മൂവ്മെന്റ്സും കാര്യങ്ങളാണ് ക്യൂർ മൂവ്മെന്റ്സ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നത്. ക്യൂർ മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ലെസ്ബിയൻസിന്റെയും അതുപോലെ തന്നെ ഗേ അതുപോലെയുള്ള ആളുകളുടെയൊക്കെ ഒരു അവരുടെയൊക്കെ മൂവ്മെന്റ്സ്, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള മൂവ്മെന്റ്സിനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്യൂർ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. QUER, ക്യൂർ മൂവ്മെന്റ്സ്. അപ്പം അടുത്തത് ജെൻഡർ, സെക്സ് ആൻഡ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ജെൻഡർ എന്ന് പറയുന്നത് എന്താണെന്നും സെക്ഷുവാലിറ്റി എന്താണെന്നും അതുപോലെ തന്നെ ഈ ഒരു സെക്സ് എന്താണെന്നും ഒക്കെയുള്ള ഒരു കോൺസെപ്റ്റുകൾ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കാര്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ജെൻഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാവേ. The term sex is used in the social sciences to refer to anatomical and physiological decisions that identify male, female, and other bodies of humans, whereas gender are referred to social, psychological, and cultural difference that can give persons specific identities. അപ്പോ ഇത്തരത്തില് നമുക്ക് ഒരു ജെൻഡറിനെയും അല്ലെങ്കിൽ നമ്മുടെ സെക്സിനെയൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ഡെഫിനിഷനിലൂടെ നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് കാര്യങ്ങളാണ് നമ്മൾ സെക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിംഗഭേദം എന്നാണ്. ലിംഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ആ ഒരു രൂപത്തെയാണ് നമ്മൾ പറയാം. ആൺകുട്ടി, പെൺകുട്ടി അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ജെൻഡർ എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നത് നമ്മുടെ ശാരീരികമായ പ്രത്യേകതകളോട് കൂടെ തന്നെ നമ്മുടെ സാംസ്കാരികമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹികമായിട്ടും ആളുകൾ ഓരോ തരത്തിൽ ലിംഗഭേദത്തിൽപ്പെട്ട ആളുകൾക്ക് നൽകിയിട്ടുള്ള ചില സവിശേഷതകൾ അല്ലെങ്കിൽ ചില പ്രത്യേകതകളെ കുറിച്ച് കൂടിയും കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ജെൻഡർ എന്ന് പറയുന്ന വാക്ക് ഉച്ചരിക്കുന്നത്. അപ്പൊ ആ കാര്യം ഓർത്തിരിക്കുക. The term sex is used by social sciences to refer to anatomical and psychological definitions that identify male, female, and other bodies of humans, whereas gender refers to social, psychological, and cultural differences that give person specific identities. Gender is a socio-cultural term that describes how man, woman, and other identities are defined. അതൊന്ന് അടയാളപ്പെടുത്തി വെച്ചോളാം. Gender is socio-cultural term that describes how man, woman, and other identities are defined. Okay. It relates to how civilized discriminate between male and woman, and as well as other identities and assign social duties to them. Anna Oakley, one of the first feminist scholars to adopt the term, claims the gender is a cultural concept and refers to the social classification of man and woman into masculine and feminine. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ജെൻഡർ എന്ന് പറയുന്നത് is a cultural concept that refers to a social classification of man
and woman into masculine and feminine. As a result, gender is a social construct. According to Ockley, sex can be stable across societies, but gender is always changing. Gender is not an biological construct. The relationship between sex and gender is far from natural. To put it another way, no one is born a man or a woman. One cannot be labeled a man or a woman just on the basis of their genitalia, hormones, and hormones, but rather on the basis of the identity that they constructed in the society in which they are born. അപ്പൊ അത് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡറും സെക്സും എന്താണ്, ഇതിന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ജെൻഡറും സെക്സിനും അതിൻ്റെതായുള്ള ഡെഫിനിഷൻസും കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരേ അർത്ഥം കൊടുക്കുന്നതാണെങ്കിൽ പോലും അതിന് കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ട് കേട്ടോ. കൾച്ചറൽ ആസ്പെക്റ്റും കൂടെ കൂടിച്ചേർന്നാണ് ജെൻഡർ എന്ന് പറയുന്നത് എന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ വരുന്നത് ജെൻഡർ ആസ് ഹൈറാർക്കി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. റൈറ്റ് എ നോട്ട് ഓൺ ജെൻഡർ ആസ് ഹൈറാർക്കി. ഓക്കെ, gender isn't just a matter of different, but also in the hierarchy. Gender is a technique of socially classified people into certain identities that, as we have seen, however, it's important to recognize that this classification creates a system of unequal classification. Gender in a significant form of social stratification is most countries. Genders are not traced equality. Gender has a significant impact on determining the types of opportunities and life changes available to individuals and groups, as well as the roles they play within social institutions ranging from the home to the സ്റ്റേറ്റ്. അപ്പോൾ കൃത്യമായിട്ട് പറയുമ്പോൾ നമ്മൾ ഈ ജെൻഡറിനെയും നമ്മുടെ സെക്സിനെയും പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ ഇനീക്വാളിറ്റീസും കാര്യങ്ങളും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ അനുഭവിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതി വെക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ജെൻഡറും സെക്സും ഒന്നല്ല, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സ് ആണെന്ന് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത് എക്സാമിനൊക്കെ നല്ലതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ജെൻഡർ എന്ന് പറയുന്നത് കൾച്ചറൽ ആസ്പെക്ട്സും കൂടെ കൂടിച്ചേർന്നാണെന്ന് കൂടെ ഓർത്തിരിക്കാം. പിന്നെ നമ്മൾ വരുന്നത് men are normally as the top of the hierarchy, despite the fact that men's and women's positions differ from by culture. In comparison to women and other genders, they are according more respect and power by society. Men's responsibilities are appreciable and rewarded more highly than women's roles. As a result, men and women are placed in unequal positions of power, status, and riches. Gender disparities continue to be the sources of social inequality all throughout the world. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെയുള്ള ഒരു ഇനീക്വാളിറ്റീസ് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് സൊസൈറ്റി നോക്കിയാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ജെൻഡർ ആസ് ഹൈറാർക്കി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മൾ പല ജെൻഡേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകളുണ്ട്, ലെസ്ബിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഗെയ്സ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ നോക്കുവാണെങ്കിൽ ഏറ്റവും അധികം ജെൻഡറിൽ ഏറ്റവും അധികം മുകൾ തെറ്റി നിൽക്കുന്ന എന്താണ്, ആരാണ്? മാൻ ആണ്. അതായത് നമ്മുടെ പുരുഷന്മാരാണ്. കാരണം പുരുഷന്മാർക്ക് ആണ് ഒരുപാട് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് റെസ്പെക്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രശംസയൊക്കെ പിടിച്ചു പറ്റാനായിട്ട് ഏറ്റവും അധികം മുന്നിട്ട് നിൽക്കുന്നത് പുരുഷന്മാർ തന്നെയാണ് അല്ലെ. അവര് ഫിസിക്കലി സ്ട്രോങ് ആണ്, അതുപോലെ തന്നെ മെന്റലി സ്ട്രോങ് ആണ്, അതുപോലെ അവർക്ക് പ്രോപ്പർട്ടിയിലുള്ള അവകാശം, അതുപോലെ തന്നെ ഉയർന്ന ജോലി, ഉയർന്ന ശമ്പളം ലഭിക്കല്, ഇതെല്ലാം പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെയധികം ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ജെൻഡറിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ശക്തിയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരാളായിട്ട് തന്നെ നമുക്ക് തോന്നുകയും ചെയ്യും. പല ജോലികൾക്കും പുരുഷന്മാരെ മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ പല ജോലികൾക്കും ഉയർന്ന ശമ്പളം പുരുഷന്മാർക്ക് ലഭിക്കുന്നുണ്ട്. ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആണെങ്കിൽ പോലും അവർക്ക് ഡിഫറെന്റ് ആയിരിക്കും അവരുടെ സാലറി എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ വളരെയധികം മോശമായിട്ടുള്ളൊരു അല്ലെങ്കിൽ വളരെയധികം ആളുകളെ ചൊടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് പാട്രിയാർക്കി സൊസൈറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. പുരുഷാധിപത്യമുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. The term patriarchy refers to a system of gender stratification. The term patriarchy, which means further rules, or particularly the first used to be describe a certain male-dominated family in which women, youngster males, children, and slaves were all subjects to be dominance of the dominant male. The term patriarchy is currently used in describe man's systematic dominance over women and other sexes. അപ്പോൾ ആ ഒരു കാര്യം കൂടെ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ patriarchy operates according to Indian feminist Kamala Bashin through male control of the
ഫോളോയിങ്. അപ്പോൾ ഈ ഒരു മെയിൽ കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടേതെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കമല ബാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ ഒരു ഇന്ത്യൻ ഫെമിനിസ്റ്റ് ആണ്. അപ്പൊ അവര് ഈ ഒരു സൊസൈറ്റിനെ, നമ്മുടെ ഒരു ഇന്ത്യൻ സൊസൈറ്റി വളരെയധികം പുരുഷാധിപത്യപരമായിട്ടുള്ള ഒരു സൊസൈറ്റി ആണെന്നും, എന്തുകൊണ്ടാണ്, ഏതൊക്കെ കാര്യങ്ങളിലാണ്, ഏതൊക്കെ മേഖലകളിലാണ് പുരുഷന്മാരെ സ്ത്രീകളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഏതൊക്കെ മേഖലകളിലാണെന്നും കൃത്യമായിട്ട് കമല പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വുമൻസ് പ്രൊഡക്റ്റീവ് ഓർ ലേബർ പവർ ആണ്. അതായത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ലേബർ പവറിലൊക്കെ ഒരുപാട് ആധിപത്യം പുലർത്താനായിട്ട് പുരുഷന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വുമൻസ് റീപ്രൊഡക്ഷൻ, അതായത് എത്ര കുഞ്ഞുങ്ങൾ വേണം, എത്ര ഏത് സമയത്ത് പ്രസവിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം സ്ത്രീകൾക്കല്ല അവകാശം, അത് ഭർത്താവിനും കുടുംബക്കാർക്ക് തുടങ്ങിയ അവകാശങ്ങളൊക്കെ വിഭജിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒരു സ്ത്രീയുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവൾക്കാണ് അതിന്റെ അധികാരം എന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും ഈ വ്യൂമൻസ് റീപ്രൊഡക്ഷൻ ഒക്കെ അത് പുരുഷാധിപത്യത്തിന് തന്നെ കീഴിലാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ വുമൻസ് സെക്ഷുവാലിറ്റി, വുമൻസ് മൊബിലിറ്റി, പ്രോപ്പർട്ടി ആൻഡ് അതർ ഇക്കണോമിക്സ് റിസോഴ്സസ്, സോഷ്യൽ കൾച്ചർ ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതിലെല്ലാം ഒരു മാനിന്റെ ഒരു പവർ അല്ലെങ്കിൽ ഒരു പുരുഷാധിപത്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം പുരുഷന്മാരൊക്കെയാണ് കൂടുതലായിട്ട് സ്വത്തുക്കൾ കിട്ടുന്നത് നമുക്കറിയാം അല്ലെ. ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്കൊന്നും കൊടുക്കാതെ അത് പുരുഷന്മാർക്ക് മാത്രമാണ് അച്ഛന്മാര് എഴുതി വെക്കുന്നത് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളും കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കാം. ഇനി വരുന്നത് പ്രൊഡക്ഷൻ റിലേഷൻസ് ഇൻ ദ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. വുമൻസ് അൺപെയ്ഡ് ഡെമോക്രാറ്റിക് ലേബർ സച്ച് ആസ് housekeeping and child care is exploited in the home by her husband and other family members. It is unpaid and taken for granted by all family members and society members. അപ്പോൾ പ്രൊഡക്ഷൻ റിലേഷൻസ് ഇൻ ദ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കൃത്യമായിട്ടൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. കാരണം നമ്മുടെ ഈ ഒരു വീട്ടിലെ ജോലികൾ, ആ ജോലികൾ ചെയ്യുന്ന സ്ത്രീകൾക്ക് യാതൊരു മതിപ്പോ വിലയോ ഒന്നും നമ്മൾ സമൂഹം അല്ലെങ്കിൽ ആ ഒരു വീട്ടിലെ മറ്റാളുകളൊന്നും കൊടുക്കാറില്ല. അത് അവരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ കടമയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ പെരുമാറുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് വളരെയധികം പെയിൻഫുൾ ആണെന്നാണ് പറയാ. അതുപോലെ തന്നെ പെയ്ഡ് വർക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട് അല്ലെ. പെയ്ഡ് വർക്ക് എന്ന് പറയുന്നത് the value of paid work in the labor market is recognized by society. Women are prohibited from some sorts of labor, are paid less for doing the same amount of work as male, and are segregated in lower skilled positions. അപ്പോൾ ഈ പെയ്ഡ് വർക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഹൗസ് ഹോൾഡ് വർക്കുകളെല്ലാം ചെയ്യുന്ന സ്ത്രീകളാണ്, അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എങ്കിൽ പോലും പെയ്ഡ് വർക്ക് ആണെങ്കിൽ പോലും ചില ജോലികൾ ചെയ്യാനായിട്ട് സ്ത്രീകളെ നമ്മൾ അനുവദിക്കാറില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പോലും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് അനുവാദമില്ലാത്ത ഒരുപാട് തൊഴിൽ മേഖലകളുണ്ട്. അപ്പൊ അതൊക്കെ അത് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മറ്റു തൊഴിലുകൾ ചെയ്യുന്നതിന് ആളുകൾക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വളരെയധികം സ്ത്രീകളെ ബാധിക്കാറുണ്ട്. പെയ്ഡ് വർക്ക് ആണെങ്കിൽ പോലും ഒരേ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ശമ്പളം, ഒരേ ശമ്പളമല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൊടുക്കുന്നത്. അതും നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ പെൺകുട്ടികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. അതുപോലെ പാട്രിയാർക്കിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതും നമ്മുടെ ജെൻഡർ ഹൈറാർക്കിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം വളരെയധികം പുരുഷന്മാരെ സഹായിക്കുന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ എന്ന് ഉറപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് പോയിന്റ്സ് ആണ് കേട്ടോ ഇവിടെ പറയുന്നത്. ദ പാട്രിയാർക്കിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് ലോസ്, റെഗുലേഷൻസ് ആൻഡ് ഗവൺമെന്റ് ആക്ട്സ്, the state such a systematic bias and favor of patriarchal interest. Women should only act in a certain way according to judges, or they would be labeled or deviants or criminals. Gender suggestions and prejudice are tolerated in society. അപ്പോൾ എന്താ പാട്രിയാർക്കിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ഒരു രാജ്യം എന്ന് പറയുന്നത് പുരുഷാധിപത്യ രാജ്യമായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളിൽ പുരുഷന്മാർക്കാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. അത് നമ്മുടെ സൊസൈറ്റി ആണെങ്കിലും നമ്മുടെ ലോ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും പുരുഷന്മാർക്ക് അനുയോജ്യമായിട്ടുള്ള ലോസ് ആണ് കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് അങ്ങേയറ്റം സ്ത്രീകളുടെ കുറ്റകൃത്യം ചെയ്ത ആളുകൾക്ക് മാത്രമേ ശിക്ഷ നമ്മൾ ഉറപ്പാക്കുന്നുള്ളൂ അല്ലെ. ചെറിയ ചെറിയ മാനസികവും ശാരീരികവുമായ ഈ ഒരു ചൂഷണങ്ങൾക്കൊക്കെ വിധേയമാകുന്ന സ്ത്രീകളെ പരമാവധി സമൂഹം അടിച്ചമർത്താനും അതുപോലെ തന്നെ മുഖ്യധാരയിലേക്ക് പോകുന്നതിന് തടയുന്നതിനും ഒക്കെയാണ് ശ്രമിക്കാറ്. അതായത് നിന്നെ ഒരാള് എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്നത് ആളുകൾക്ക്, മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ള ഒരു വകയാവും, അല്ലെങ്കിൽ നിനക്ക് തന്നെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, നിന്നെ അവള്
ഒരു കോടതിയിൽ പോയാൽ പോലും അതിന് അയാൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയെ വരികയുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആളുകൾ നമ്മളോട് പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഇപ്പൊ എന്തെങ്കിലും മരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊലപാതകമോ ഒക്കെ ഉണ്ടായാൽ മാത്രമേ സ്ത്രീകൾക്ക് നേരെ ഒരു അനുകൂലമായുള്ള വിധി നമ്മൾ കൊടുക്കാറുള്ളൂ അല്ലെ. ഒരുപാട് കാര്യങ്ങളാണ് നമുക്കറിയാം. ഇപ്പം ഒരുപാട് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് പീഡന കേസുകളിലൊക്കെ പെൺകുട്ടികൾ മരണം അടഞ്ഞത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ പെൺകുട്ടികൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് മരണം അടഞ്ഞത് കൊണ്ട് മാത്രം ആ ഒരു കേസ് ഇത്രയും ഒരു നല്ല നിലയിൽ വാദിക്കുകയും ആളുകൾക്ക് തൂക്കുകയർ വാങ്ങിക്കൊടുക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളൂ. അല്ലാതെയുള്ള പീഡന കേസുകളിലെ പ്രതികളൊക്കെ വളരെയധികം പെട്ടെന്ന് തന്നെ തടിയൂരി പോരുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ലോ ആൻഡ് ഓർഡറിന്റെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ലോയൊന്നും സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ലെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ഇനി മെയിൽ വയലൻസ് എന്ന് പറയുന്നത് മെയിൽ വയലൻസ് ഈസ് സ്ട്രക്ചേർഡ് ആൻഡ് സിസ്റ്റമാറ്റിക്. Despite in fact that it is made up isolated incidents, women are constantly exposed to the effects by violence, both direct and indirect. Then government facilitates the violence by interfering early in extreme circumstances and disagreeing the majority of violence act and practices. ഇനി പാട്രിയാർക്കിക്കൽ റിലേഷൻസ് ഇൻ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. There is a double standard in society between man and woman. People have quite distinct rules when it comes of sexual behavior. Women are taught to express ignore their sexuality, while men are given sexual freedom to satisfy their sexual urges. അപ്പോൾ പാട്രിയാർക്കൽ റിലേഷൻസ് ഇൻ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പണ്ടേ അല്ലെങ്കിൽ ഇപ്പോഴും സെക്ഷൽ ഫ്രീഡം ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും എന്താ മാരിറ്റൽ റേപ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണെന്ന് പറയാൻ സാധിക്കും. കാരണം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീയുടെ ശരീരം പുരുഷന് സ്വന്തമാണ് എന്നും എന്ത് വേണമെങ്കിലും സ്ത്രീയെ ചെയ്യാം എന്നുള്ളൊരു ഒരു റൈറ്റ് കിട്ടിയ പോലെയാണ് പുരുഷന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഭർത്താക്കന്മാര് നിൽക്കുന്നത്. പക്ഷേ മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. സ്ത്രീയുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ സ്ത്രീക്ക് താല്പര്യമില്ലാതെ അവളുടെ ശരീരത്തിൽ തൊടാനായിട്ട് സാധിക്കില്ല. അത് പുരുഷനാണെങ്കിലും സ്വന്തം ഭർത്താവാണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻ നമ്മുടെ ഒരു ഭരണഘടന നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലോ നമുക്ക് ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാരിറ്റൽ റേപ്പ് ഒക്കെ ഒരു കുറ്റകൃത്യമായിട്ട് ഇപ്പോഴാണ് നമ്മുടെ ഗവൺമെന്റ് ഒക്കെ അംഗീകരിച്ചത്. പണ്ടൊക്കെ ഇതെന്താണ് മാരിറ്റൽ റേപ്പ് ഒക്കെ വളരെ സർവ്വസാധാരണമാണെന്നും അത് പെൺകുട്ടികളുടെ കടമയാണെന്നും ഒക്കെയുള്ള ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു പാട്രിയാർക്കൽ റിലേഷൻസ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പെൺകുട്ടികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി വരുന്നത് പാട്രിയാർക്കിക്കൽ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. Women are represented within the patriarchal lens through a variety of institutions and behavior such as the media, religion, and education. Women's identities are influenced by these images, which impose acceptable standards of behavior and action and examination of all societal institutions, including as family, church, law, and the media reveals the patriarchy is present in all of them. Patriarchy appears impregnable the natural because of well knight and deeply. അപ്പോൾ ഈ ഒരു പാട്രിയാർക്കൽ കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളെ സംബന്ധിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മതവും അതുപോലെ തന്നെ നമ്മുടെ സമൂഹവും മീഡിയയും റിലീജിയനും എല്ലാം എഡ്യൂക്കേഷനും എല്ലാം പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് അവര് പെരുമാറിയിട്ടുള്ളത് അല്ലെ. റിലീജിയൻ ആണെങ്കിൽ പോലും അതുപോലെ തന്നെ മതമാണെങ്കിൽ പോലും മറ്റ് കാസ്റ്റിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും ചില മതങ്ങളൊക്കെ പുരുഷന്മാർക്ക് ഉയർന്ന സ്ഥാനം കൊടുക്കുകയും സ്ത്രീകളെ താഴ്ത്തിക്കെട്ടുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി ingrained institutions verbally distributes between two types of patriarchy, private and public patriarchy. Private patriarchy is the dominance of women within the home by a single patriarch. Women are very bad with the patriarchy in public life, and when they do, patriarchy is politics and the labor market keeps women apart from wealth, power, and status. അപ്പോൾ പ്രൈവറ്റ് പാട്രിയാർക്കി ഉണ്ട്, അതുപോലെ തന്നെ പബ്ലിക് പാട്രിയാർക്കി ഉണ്ട്. അപ്പോൾ ആ ഒരു രണ്ട് പാട്രിയാർക്കി രീതിയാണെങ്കിൽ പോലും നമുക്ക് സ്ത്രീകളുടെ അവകാശങ്ങളെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ ജെൻഡർ ഇനീക്വാളിറ്റീസിന് കാരണമാകുന്ന കാര്യമാണെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പ്രൈവറ്റ് ആയിട്ടുള്ള പാട്രിയാർക്കി എന്ന് പറയുന്നത് സ്ത്രീ അവളുടെ കുടുംബത്തിൽ മാത്രം നിലനിൽക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും അതിൽ ഉൾപ്പെടുക. പക്ഷെ പബ്ലിക് ആയിട്ടുള്ള പാട്രിയാർക്കി എന്ന് പറയുന്നത് അവളുടെ പവർ, ഇക്കണോമിക് ഗ്രോത്ത് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഒരു കാര്യം. പുരുഷാധിപത്യ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഒരിക്കലും മുന്നോട്ട് വരാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി പാട്രിയാർക്കി ക്യാൻ ബി ഫൗണ്ട് ഇൻ എവറി സൊസൈറ്റി ആൻഡ് കൾച്ചർ ഇൻ സൗത്ത് ഏഷ്യ അക്കോർഡിംഗ് ടു നിവേദിത
Menon, a mainstream dominating the Indian family, contains the following characteristics. Patriarchy. Patriarchy means men have more power than the eldest of the two categories. Patriarchy, property and name of the family is transformed from the father to the son. Verilocity, when a couple marries, the wife moves in with her husband. അപ്പോൾ നിവേദിത മേനോൻ പറയുന്നത് നമ്മുടെ സൗത്ത് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് പാട്രിയാർക്കിക്കൽ സമൂഹം എന്ന് പറയുന്നത്. അതിന് അവർ 3 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. പുരുഷന്മാരായിട്ട് നമ്മുടെ സമൂഹത്തില് പുരുഷന്മാരായിട്ടുള്ള എൽഡസ്റ്റ് ആയിട്ടുള്ള മുതിർന്ന ആണിനായിരിക്കും ഏറ്റവും അധികം തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ കുടുംബനാഥനായിട്ടുള്ള ആളുകളായിരിക്കും കൂടുതലായിട്ട് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടീസ്, നമ്മുടെ സൗത്ത് ഏഷ്യയിലുള്ള പ്രോപ്പർട്ടീസ് അച്ഛനിൽ നിന്ന് ആൺമക്കളിലേക്കാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ വെരി ലൊക്കാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഈ ഒരു ഹസ്ബൻഡും വൈഫും മാരേജ് ചെയ്യുമ്പോൾ ഈ ഒരു വൈഫായിരിക്കും ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് മാറുന്നത്, അല്ലെ? അവൾ ജനിച്ചു വളർന്ന വീട്, സ്ഥലവും അതുപോലെ തന്നെ അവളുടെ നാടൊക്കെ വിട്ടിട്ട്, അവളുടെ സിബ്ലിങ്സിനെ ഒക്കെ വിട്ടിട്ട് അവൾ അവളുടെ ഹസ്ബൻഡിന്റെ കൂടെ അവളുടെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്കാണ് പോവുക. അപ്പൊ ഇതെല്ലാം എന്താണ്, പുരുഷന്മാർ ഒരിക്കലും പുരുഷന്മാരുടെ ഭാര്യയുടെ വീട്ടിലേക്ക് വന്ന് താമസിക്കാറില്ല. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് പാട്രിയാർക്കിക്കൽ സമൂഹമാണ് നമ്മുടെ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ 3 ഉദാഹരണങ്ങളോടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ജെൻഡർ ആൻഡ് ലേബർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. നമ്മുടെ ലിംഗഭേദവും അതുപോലെ തന്നെ തൊഴിൽ വ്യവസ്ഥിതിയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. One way patriarchy works is by segregation and types of activities men and women do. One, on the regular basis, gender division of labor is the term for this. In this system, man's activities and work are highly valued and rewarded, whereas women's labor is developed and taken for granted. The distribution of various roles, responsibilities, and takes to people based on social views of what men and women should do and are capable of is referred to as gender division of labor and sexual division of labor. അപ്പൊ ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്, സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. ഇതെല്ലാം എന്താണ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ രീതിയിലല്ല നമുക്ക് എമൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. പുരുഷന്മാര് സ്ത്രീകളെക്കാൾ ഉയർന്ന ശാരീരിക ക്ഷമതയുള്ളവരാണെന്നും അതുപോലെ തന്നെ സ്ത്രീകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഉള്ള ഒരു മിഥ്യാധാരണയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ധാരണയിൽ നിന്നൊക്കെ ആയിരിക്കാം പണ്ട് ഇത്തരത്തിലുള്ള ജോലികൾക്ക് പലതരത്തിലുള്ള എമൗണ്ടുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള കൂലികൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് പക്ഷെ കുറെയൊക്കെ മാറ്റം വന്നെങ്കിൽ പോലും പ്രൈവറ്റ് സെക്ടറുകളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പുരുഷന്മാർക്ക് കൂടുതൽ തുക നൽകുകയും സ്ത്രീകൾക്ക് കുറഞ്ഞ തുക നൽകുകയും ഒക്കെ ഇപ്പോഴും നമ്മൾ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഇനി പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ദിസ് റിഫേഴ്സ് ടു ദ effort of activities involved in producing goods and services that are either consumed at the point of production or purchased and sold. It might be formal or informal as well as paid or unpaid. As a result, all work done in the home, on the farm, in factories and in other service established in productive work, women paid labor is frequently an extension of the work they couldn't buy at home. Women's agricultural work or work is in a family business or industry, for example, is regarded an extension of their domestic job. Men are discriminated against the men pursuing formal paid job because of the patriarchal nation of men being breadwinners and home heads. Women's productive activities are undervalued and unvalued. അപ്പം ഈ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാം, നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉൽപാദനക്ഷമതയാണ് അല്ലെ. അപ്പൊ ഈ ഉൽപാദനക്ഷമത എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കാം. അപ്പൊ ആ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകൾക്കാണെങ്കിൽ സ്ത്രീകൾക്ക് പല രീതിയിലുള്ള ഇൻഫോർമൽ ആൻഡ് ഫോർമൽ രീതിയിലുള്ള ഒരുപാട് ജോലികൾ ഉണ്ടാവും. ഇൻഫോർമൽ ആയിട്ടുള്ള ജോലികളും അൺപെയ്ഡ് ആയിരിക്കും. അതായത് ആ ജോലി ചെയ്യുന്നതിന് ശമ്പളം കിട്ടുകയില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വീട്ടിലെ ജോലികൾ, അതുപോലെ തന്നെ മറ്റ് കുട്ടികളെ നോക്കല്, പ്രായമായവരെ ശുശ്രൂഷിക്കല്, ഇതെല്ലാം നമ്മുടെ എന്താണ്, കുട്ടികളെ നോക്കലും അതുപോലെ തന്നെ പ്രായമായവരെ ശുശ്രൂഷിക്കലും ഒക്കെ ഒരു ജോബായിട്ടോ അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് ചെയ്യുന്ന ഒരു ജോബായിട്ടൊന്നും നമ്മൾ പണ്ട് കരുതിയിരുന്നില്ല. ഇപ്പോഴാണ് ഹോം നേഴ്സ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഡേ കെയർ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പേയ്മെന്റ് ചെയ്യുന്ന ജോബുകളാണെന്ന് നമുക്ക്
കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും സ്ത്രീകൾക്ക് ഇന്ന് ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നതിന് യാതൊരു പേയ്മെന്റും നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ഒന്നും കൊടുക്കാറില്ല അല്ലേ? അപ്പൊ അതെന്ന് പറയുന്നത് വളരെയധികം നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തിനെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷെ ഈ ഒരു ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ഉറപ്പായിട്ടും സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇക്കണോമിക് ഗ്രോത്തിലുള്ള ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ അതിനൊരു ബിൽഡ് ചെയ്യുന്നത് സ്ത്രീകളുടെ ഈ ഒരു സാക്രിഫൈസിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു ആൺകുട്ടികൾക്കാണെങ്കിലും പുറത്തുപോയി ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കുന്നത്. ഇനി റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. There are two types of reproduction, biological and social. Giving birth a new human beings is referred to a biological reproduction. All of the caring and nutrition activities required to human survival of maintenance are referred to the social reproduction. As a result, reproductive activities result in the reproduction of human labor, cooking, cleaning, nursing, and other home duties, as well as caring of for children, adults, and the elders are all reproductive activities. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി ഉണ്ട്. അതായത് സ്ത്രീകൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പോലും നമുക്ക് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സ്ത്രീകൾ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കുക, അതുപോലെ തന്നെ വലിയ പ്രായമായവരെ നോക്കുക. ഇതൊക്കെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം നമുക്ക് എന്താണ് ഈ ഒരു all of the caring and nursing activities required for human survival and maintenance are referred to as social reproduction. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ആർക്കാണെങ്കിലും ജോലിക്കൊക്കെ പോകണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെയൊക്കെ ആരെങ്കിലും കൃത്യമായിട്ട് നോക്കാനുണ്ടെന്നുള്ള വിശ്വാസം വേണം അല്ലെ? അപ്പൊ ആ വിശ്വാസം നൽകുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ അവര് വീട്ടിൽ ചെയ്യുന്ന ജോലികൾക്ക് നമ്മൾ ബഹുമാനം കൊടുക്കണം. ആ ഒരു അവര് ആ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ പ്രായമായവരെ നോക്കുന്നതിൽ നിന്നാണ് പുരുഷന്മാർക്ക് വീട്ടിൽ നിന്നും പുറത്തുപോയി നല്ല രീതിയിൽ ജോലി ചെയ്ത് സമ്പാദിക്കാനുള്ള ഒരു വീട്ടിലെ കാര്യങ്ങൾ ടെൻഷനൊന്നും ഇല്ലാതെ ജോലി ചെയ്ത് സമ്പാദിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നത്. അതുകൂടെ ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കാം. Because in the modern society only formal paid jobs is regarded as work. Reproductive work is not considered work because it's not an economic activity. Within the patriarchal paradigm, women in all classes are primarily responsible for unpaid reproductive duties. This work is thought to be unbeatable. It isn't considered work. Women's employment is viewed as domestic chores and acts of life for the family. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിൽ പോലും ഈ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്കുകൾക്ക് ഒരിക്കലും നമ്മൾ പേയ്മെന്റ് കൊടുക്കാറില്ല. അതുപോലെ തന്നെ ഇക്കണോമിക് ഗ്രോത്തിന് അത് കാരണമായിട്ട് കാണിക്കാനുള്ള ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി ആയിട്ടല്ല അത് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഗ്രോത്തിനെ അത് ചിലപ്പോൾ കുറവ് കാണിക്കും. പക്ഷെ ഒരുപാട് ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു പ്രചോദനം കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ ഒരുപാട് പുരുഷന്മാർക്ക് പുറത്തുപോയി ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് കാരണമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജോലികളും നമ്മൾ ബഹുമാനിക്കണമെന്നാണ് പറയാം. ഇനി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടിയുണ്ട്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് all of these activities required to run and organize community life and is referred to as community work. Both men and women doing this work, this job, however, is divided into two categories, male and female activities. As a result, gender division of labor functions not only in domestic reproductive activities but also in reproductive and community activities. The division of labor between man and woman also leads to a gender divide in abilities. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് ജെൻഡർ ഇൻഇക്വാലിറ്റീസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? അപ്പം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഓരോ ജോലികൾ ചെയ്യാനുള്ള ജോലികളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ സ്ത്രീകൾക്ക് മിറ്റം അടിക്കൽ അല്ലെങ്കിൽ ഗാർഹികമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് സ്ത്രീകളുടെ ജോലിയാണ്. അതുപോലെ തന്നെ പുറത്തുപോയി അധ്വാനിക്കുക അല്ലെങ്കിൽ മറ്റ് തൂമ്പാപ്പണി അതുപോലെ തന്നെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് പുരുഷന്മാരാണ്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹം നേരത്തെ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ജെൻഡർ ഇൻഇക്വാലിറ്റീസിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജെൻഡർ ഇൻഇക്വാലിറ്റീസ് ഇൻ ലേബർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സ്ത്രീകൾക്ക് ഇന്ന ജോലി അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇന്ന ജോലി എന്ന് പറയുന്ന കോൺസെപ്റ്റുകൾ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകൾക്ക് പുരുഷന്മാർ കിട്ടുന്ന അത്രയും ഒരു വേതനമൊന്നും ലഭിക്കുമായിരുന്നില്ല. അപ്പൊ ഇന്ന് പക്ഷേ ഗവൺമെന്റ് ഒക്കെ ഒരുപാട് നിയമങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് സെക്ടറുകളിലെല്ലാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ജോലിക്ക് ഒരേ കൂലി തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ പ്രൈവറ്റ് സെക്ടറുകളിലൊക്കെ ഇപ്പോഴും ആ ഒരു ഇൻഇക്വാലിറ്റീസ് നിലനിൽക്കുന്നുണ്ടെന്ന് പറയാം. സ്ത്രീകൾക്ക് കുറഞ്ഞ ശമ്പളവും അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഉയർന്ന ശമ്പളവും ഒക്കെ ഇന്ന് ചില പ്രൈവറ്റ് സെക്ടറുകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ men and women study and expert only those talents that are regarded appropriate for
their gender roles from the early age. As a result, women and men develop various abilities and aptitudes that are attributed primarily to one or the other, because men and women's labor are not appreciated or paid equally. Gender division of labor creates hierarchies and inequalities. അപ്പോൾ gender ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്, സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും ഒരേ ജോലി ചെയ്യുന്നതിന് ഒരേ ശമ്പളമായിരുന്നില്ല കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നും പലയിടത്തും അത്തരത്തിലുള്ള ഒരു ഇനീക്വാലിറ്റീസ് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഗവൺമെന്റ് സെക്ടറിൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ജോലി ചെയ്യുമ്പോൾ ഒരേ ശമ്പളമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമ്മളെ ഒരുപാട് സ്ത്രീകളെ ഒരുപാട് അടിച്ചമർത്തി അല്ലെങ്കിൽ ഒരുപാട് താഴ്ത്തി കെട്ടിയ ഒരു കാര്യം കൂടിയായിരുന്നു എന്ന് ഓർത്തിരിക്കാം. പിന്നെ woman is a balanced working class according to Eagles do not labor outside the home and are completely reliant to their husbands. They are property to their own right. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, സ്ത്രീകൾ ചെയ്യുന്ന വീട്ടിലെ ജോലികൾക്ക് യാതൊരു പേയ്മെന്റും നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ആ ഒരു അൺപെയ്ഡ് ആയിട്ടുള്ള ജോലികൾക്ക് നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, കുഞ്ഞുങ്ങളെ നോക്കുക, പ്രായമായവരെ നോക്കുക, അടിച്ചു വാരുക, അതുപോലെ തന്നെ വൃത്തിയാക്കുക, പാത്രം കഴുകുക തുടങ്ങിയ എല്ലാ ജോലികളും പല ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊന്നും എന്താണ് ഒരു പെയ്ഡ് അതായത് പെയ്ഡ് വർക്കല്ല. അതായത് ഒരു ഇക്കണോമിക് ബെനിഫിറ്റ്സ് ഒന്നും സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഒരു ആളെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അവര് വീട്ടിൽ വന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതിന് 800 രൂപയെങ്കിലും നമ്മൾ മിനിമം നമ്മൾ കൊടുക്കേണ്ടി വരും. പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം 800 രൂപയെങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ 800 രൂപ കൊടുക്കാനുള്ള ജോലികൾ നമ്മുടെ ഈ വീട്ടിലുണ്ട് എന്ന് നമുക്കും അറിയാം. പക്ഷെ ആ ഒരു സ്ത്രീകൾക്ക് നമ്മൾ അതിന് വേണ്ട റെസ്പെക്ട് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു വർക്കുകളൊക്കെ പേയ്മെന്റ് ഇല്ലാത്ത വർക്കുകളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, ഒരു ഉത്തരവാദിത്തമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ അതും സ്ത്രീകളെ സംബന്ധിച്ച് ജെൻഡർ ഇനീക്വാളിറ്റീസിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ വരുന്നത് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഡിസ്കസ് ദ റിലേഷൻ ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ജെൻഡറും സെക്ഷുവാലിറ്റിയും രണ്ട് ഒരേ രീതിയിൽ നമ്മൾ പലയിടത്തും പറയുന്നുണ്ടെങ്കിൽ പോലും രണ്ടിനും കൃത്യമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള ഡെഫിനിഷൻസും കാര്യങ്ങളുമാണ് ഉള്ളത്. Sexuality refers to a person's participation of maleness, femaleness, or other self-identification, as well as the behavior that results from the identity. There aren't just male bodies and female bodies when it comes to sexuality. അപ്പൊ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ശാരീരികമായ പ്രത്യേകതകളെ മാത്രമേ അപ്പോൾ കാണുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫീമെയിൽ ബോഡിയുടെ ഒരു പ്രത്യേകതകൾ, അതുപോലെ തന്നെ മെയിൽ ബോഡിയുടെ പ്രത്യേകതകൾ, ഇത്തരം രണ്ട് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മൾ അർത്ഥമാക്കുന്നുള്ളൂ. പക്ഷെ ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്, അത് കൾച്ചറൽ ആസ്പെക്ട്സും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ് ജെൻഡർ എന്ന് പറയുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഫീമെയിൽ ബോഡി അല്ലെങ്കിൽ മെയിൽ ബോഡി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ജെൻഡർ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള ആസ്പെക്ട്സും കൂടെ കൂടി ചേർത്താണ് ജെൻഡർ എന്ന് പറയുന്ന വേർഡ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു ജെൻഡർ എന്ന വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള ചില കാര്യങ്ങളും കൂടെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സാമൂഹികമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ, സ്ത്രീകൾ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, പുരുഷന്മാർ ഇങ്ങനെ പെരുമാറണം, പുരുഷന്മാരെ കരയാൻ പാടില്ല, സ്ത്രീകൾ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളെയും പുരുഷന്മാരെയും ബന്ധപ്പെടുത്തി നമ്മൾ പറയാറുണ്ട് അല്ലെ. നമ്മുടെ സമൂഹം അങ്ങനെ ഒരു ചട്ടക്കൂടിലാക്കിയാണ് സ്ത്രീകളെയും പുരുഷന്മാരെയും വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുകളിൽ സമൂഹം സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചില സ്വഭാവ സവിശേഷതകളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഒരു വേർഡാണ് കേട്ടോ ജെൻഡർ എന്ന് പറയുന്നത്. During the historical era of modernity, there was a tight divide between male and female bodies. Nivedita Menon claims that there was no objective differentiation between male and female identities in Europe before the last 16th century and the South Asia and Africa until the early 19th century. അപ്പോൾ ഈ ഒരു നിവേദിത മേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യോളജിസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ അവര് പറയുന്നത് ഈ ഒരു സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു പാട്രിയാർക്കിക്കൽ സമൂഹമാണെന്നാണ്. പാട്രിയാർക്കിക്കൽ സമൂഹം എന്ന് പറയുന്നത് എന്താണ്, പുരുഷാധിപത്യപരമായിട്ടുള്ള ഒരു സമൂഹം എന്നാണെന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള എവിഡൻസും നിവേദിത പറയുന്നത് നമ്മുടെ സമൂഹത്തില് സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും ഒരേപോലെയുള്ള അവസരങ്ങളല്ല ലഭിക്കുന്നത്. പുരുഷന്മാരായിട്ടുള്ള മുതിർന്ന അംഗങ്ങളായിരിക്കും ഒരു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ എമൗണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒരു കാലശേഷം അവരുടെ സ്വത്തിന് അവകാശം ആൺമക്കൾക്ക് മാത്രമേ നമ്മൾ സൗത്ത് ഏഷ്യയിലൊക്കെ കൊടുക്കാറുള്ളൂ. അതുപോലെ തന്നെ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീകള് പുരുഷന്മാരുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ ഭർത്താവിന്റെ വീടുകളിലേക്ക് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ നിലനിൽക്കുന്നത് ഇന്ത്യയിലാണ് എന്നുള്ള കാര്യമൊക്കെ
നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഈ 3 കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ ഒരു പാട്രിയാർക്കിക്കൽ സമൂഹമാണ് ഇന്ത്യ എന്ന് പറയുന്നത് നിവേദിത പറയുന്നത്. അപ്പൊ ആ ഒരു നമ്മുടെ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റി ആണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നിവേദിത എന്ന് പറയുന്ന ഒരു ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റ് അവരുടെ കണ്ടെത്തലുകളും കാര്യങ്ങളും ഉൾച്ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പാട്രിയാർക്കിക്കൽ സമൂഹം തന്നെയാണ്, ഇന്ന കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് എഴുതി വെക്കാൻ സാധിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ്? നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യതമായിട്ടുള്ള വേതനം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ സാലറി ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ പുരുഷന്മാരായിട്ടുള്ള മുതിർന്ന പുരുഷനാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾ വിവാഹശേഷം ഭർത്താവിന്റെ വീട്ടിൽ പോയി താമസിക്കേണ്ട അവസ്ഥ വരുന്നു. അതുപോലെ തന്നെ ആൺകുട്ടികൾക്കാണ് മാതാപിതാക്കൾ മരണശേഷം അവരുടെ അച്ഛന്റെ സ്വത്ത് പിതാവിൽ നിന്നും മകനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇന്നും മാതാപിതാക്കളുടെ സ്വത്തിൽ അവകാശം ആൺകുട്ടികൾക്ക് തന്നെയാണ്. ഇപ്പോഴും അതിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, അല്ലെ? പലയിടത്തും ചില ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്നും കൂടുതലായിട്ടും മാതാപിതാക്കൾ അവരുടെ സ്വത്ത് ആൺകുട്ടികൾക്കാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ വരുന്നത് sexuality is reorganized, regulated in order to maintain and purity and continuity in the important identities like caste, race, and religion. The principal straight family in the introduction and in charge of sexuality policing. Only a patriarchal straight family with a manor, his wife and his children, is considered a family. When a woman conceives a kid, it is referred to as her husband's child. Despite the fact that the baby is inside the woman's body, patriarchal culture considered a child to be his. The infant is given its father's name when it is born. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പാട്രിയാർക്കിക്കൽ സമൂഹമാണ് നമ്മുടെ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് വളരെയധികം വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, ഒരു സ്ത്രീ മാരീഡ് ആയിട്ടുള്ള വുമണിന് ഹസ്ബൻഡും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയുടെ ഒരു കുഞ്ഞിന്റെ ഉത്തരവാദിത്തം എന്താണ്? ആ ഭർത്താവിനായിരിക്കും ഉണ്ടായിരിക്കുക. ഭർത്താവിൽ നിന്നാണ് ആ പെൺകുട്ടി ഗർഭം ധരിച്ചതെന്നുള്ള കാര്യം ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ആ കുഞ്ഞിന്റെ ജനനശേഷം അമ്മയുടെ പേര് ചേർക്കുന്നതിന് പകരം നമ്മൾ സബ് ചേർക്കാറുണ്ട്, അല്ലെ? ഒരു നമ്മളൊരു പേരിടുന്നതിന്റെ കൂടെ അച്ഛന്റെ പേരും കൂടെ ചേർക്കാറുണ്ട്. അപ്പൊ ആ ഒരു അച്ഛന്റെ പേരും കൂടെ ഉൾച്ചേർത്തിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നത്. അപ്പൊ ഇതെന്താണ്? നമ്മുടെ പാട്രിയാർക്കൽ സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്. ഇന്ന് പലപ്പോഴും ചില ആളുകളൊക്കെ കുഞ്ഞിന്റെ പേരിന്റെ കൂടെ അമ്മയുടെ അച്ഛന്റെയും പേരുകൾ കൂടി ചേർത്തിടാറുണ്ട്. പക്ഷെ പണ്ടെന്നൊക്കെ പറയുന്നത് എപ്പോഴും ആൺകുട്ടികളോ പെൺകുട്ടികളൊക്കെ ജനിക്കുമ്പോൾ അവരുടെ അച്ഛന്റെ പേരായിരിക്കും അവരുടെ പേരിന്റെ കൂടെ ഒപ്പം ഉണ്ടാവുക. Motherhood is a biological fact. Fatherhood is a sociological fabrication, writes Nivedita Menon in her book Seeing Like a Feminist. This awareness is the source of patriarchal constant uneasiness. The different defining aspects of patriarchy is that is functioning through the male bloodline, guaranteeing that the family name and property transmit through their ലിങ്കേജ്. അപ്പോൾ ഈ ഒരു നിവേദിത മേനോന് നമ്മൾ കൃത്യമായിട്ട് അവർ പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, മദർഹുഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബയോളജിക്കൽ ഫാക്ടർ ആണ്. പക്ഷെ ഫാദർഹുഡ് എന്ന് പറയുന്ന ഒരു സോഷ്യോളജിക്കൽ ഫാബ്രിക്കേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു അമ്മയെന്ന് പറയുന്നത് എന്താണ്? ഒരു ബയോളജിക്കൽ മദർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലെ? അമ്മയിൽ നിന്ന് അമ്മയുടെ ചൂട് പറ്റി കിടക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് മുലപ്പാൽ സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പറയാറുണ്ട്. ബയോളജിക്കൽ ആയിട്ടുള്ള അഫെക്ഷൻ ആണ് അതിൽ നിന്ന് വരുന്നത്. പക്ഷെ ഒരു ഫാദർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കേഷൻ ആയിട്ടാണ് ഫാദറിനെ നമ്മൾ കാണുന്നത്. അതായത് നമുക്ക് സമൂഹത്തിൽ ഒരു വില, അല്ലെങ്കിൽ സമൂഹത്തിലെ ആളുകളുമായിട്ട് നമുക്ക് ഒരു വില കിട്ടുന്നതിന് നമുക്കൊരു ഫാദർ വേണമെന്ന്, അല്ലെങ്കിൽ ഒരു അച്ഛൻ ഉണ്ടാവണം, അല്ലെങ്കിൽ അച്ഛന്റെ കെയറിൽ നമ്മൾ വളരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ ഒരു പാരന്റ്ഹുഡിൽ നമുക്ക് ഫാദേഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ കാര്യങ്ങളൊക്കെയാണ്. ഒരു സംരക്ഷണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇതെല്ലാം മേനോൻ പറയുന്നുണ്ട്, നമ്മുടെ നിവേദിത മേനോൻ പറയുന്നുണ്ട്. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഒരു പുരുഷാധിപത്യ സമൂഹമാണെന്ന് ഉറപ്പിച്ച് പറയുന്നതിനാണ് അവര് ഇത്തരം കാര്യങ്ങളും കൂടെ കൂടിച്ചേർത്തിരിക്കുന്നത്, കേട്ടോ. പിന്നെ women's sexuality is under the control and ownership of men in the patriarchal societies. Men are sexual assault and the technique to exercise power of maintain authority in their communities. Sexual violence is military weapons as well as the racist and caste based weapons. അപ്പോൾ ഈ ഒരു സെക്ഷൽ വയലൻസും കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് അതും കൂടി ഒന്ന് ഓർത്തിരിക്കണം. കാരണം വിമൻസിനെ അല്ലെങ്കിൽ ജെൻഡർ ഇൻഇക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ പെൺകുട്ടികളും അല്ലെങ്കിൽ ഈ ഒരു കുട്ടികളും നേരിടുന്ന ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പത്രങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരുപാട് ഇടങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? പത്രങ്ങളിലൂടെയൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ വായിക്കുന്നതാണ്.
ഈ ഗുരുതരമായിട്ടുള്ള വാർത്തകൾ മാത്രമേ പത്രങ്ങളിൽ വരുവുള്ളൂ. പക്ഷേ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എത്ര പേര് ഒരുപാട് ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കണക്കുകൾ പോലും വളരെ ഭീകരമാണ്. ഒരുപാട് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതെല്ലാം വളരെ ഭീകരമായിട്ടാണ് ഓരോ മിനിറ്റിലും ഓരോ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് പറയാ. അപ്പൊ അത്രയും ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ജെൻഡർ ഇനീക്വാളിറ്റീസ് കാരണമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ സെക്ഷൽ എഡ്യൂക്കേഷൻ ഒന്നും നമ്മൾ പ്രോപ്പർ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാത്തതും ഇത്തരത്തിലുള്ള വളർന്നു വരുന്ന തലമുറയ്ക്കാണെങ്കിൽ പോലും ഗേൾസിനെയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവബോധമില്ലാത്തതും ഒക്കെ നമ്മളെ വളരെയും കുഴയ്ക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ മാരിറ്റൽ റേപ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മാരിറ്റൽ റേപ്സ് എന്ന് പറയുന്നത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന് ഭാര്യയുടെ മേൽ പൂർണ്ണ അവകാശമുണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു പണ്ട് മുതലേ ഉണ്ടായിരുന്നത്. ഒരുപാട് സ്ത്രീകൾ അതുപോലെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിരിക്കുന്നു. ചില മാനസികമായ വൈകല്യങ്ങളുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സെക്ഷൽ വൈകല്യങ്ങളുള്ള വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ നിരന്തരമായ ടോർച്ചറുകൾ എപ്പോഴും സ്ത്രീകൾ സഹിച്ചുകൊണ്ടിരുന്നിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് ഒരു മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുറ്റകൃത്യമായിട്ട് നമ്മുടെ സമൂഹം അംഗീകരിച്ചിട്ടുണ്ട്. അതിനെതിരെ നമുക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ പെരുമാറാനോ ഒക്കെ നമുക്ക് അവകാശമുണ്ട്. അപ്പൊ അതും നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ജെൻഡർ ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട് കേട്ടോ. ആ ജെൻഡർ ആൻഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ വർക്ക് സ്പേസിലുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Work according to the Marx and Engels is essential to human existence. In his article, the part played by labor in the transition from act of man, Engels claimed that labor is the prime basic condition for all women existence to such an extent that in the scene we have to say the labor created man himself. All variants in the social division of labor share two characteristics, whether connected with the patriarchalism, slavery, caste is or modern classes in always coincidence with the specific sector hierarchical instructions between individual social groups and in same period of history nations. It is always sized, molded and responded by the fore and dominating social group, which is often made up of individuals who possess or control the primary means of production. അപ്പോൾ ഈ പ്രൊഡക്ഷൻ പ്രോസസ് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഉൽപാദനം, പ്രത്യുൽപാദനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്രൊഡക്ഷൻ ഉൾപ്പെടും അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഒരു സാമ്പത്തികമായ ഉൽപാദനത്തെയും ഒക്കെ നമ്മൾ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു ഉൽപാദനം, നമ്മുടെ വിപണിയിൽ ഉണ്ടാകുന്ന ഉൽപാദനം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്ട്സിന്റെ ഒക്കെ ഉൽപാദനത്തെയൊക്കെ നമ്മൾ പ്രൊഡക്ഷൻസ് എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ഇത്തരത്തില് നമ്മൾ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് എന്ന് പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും വളരെയധികം ജോലികൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും സ്ത്രീകളും ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് പുരുഷന്മാർ ചെയ്യുന്നതെങ്കിൽ പോലും പുരുഷന്മാർക്ക് വളരെയധികം സാലറി വളരെയധികം കൂട്ടിക്കൊടുക്കാറുണ്ട്. കാരണം ഒരു ശാരീരിക ക്ഷമതയുടെ അടിസ്ഥാനത്തിലൊക്കെ പുരുഷന്മാര് ഉയർന്നതാണെന്നും അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഒരുപാട് എമൗണ്ട് അല്ലെങ്കിൽ ഒരുപാട് തൊഴിലിടങ്ങളിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ചില ജോലികളൊക്കെ ചെയ്യാനായിട്ട് പുരുഷന്മാരെ മാത്രമേ തിരഞ്ഞെടുക്കാറുള്ളൂ. സ്ത്രീകളെ ചിലപ്പോൾ ജോലികൾ ചെയ്യുന്നതിൽ നിന്ന് തടയാറുണ്ട് അല്ലെ. ചില നാവിക സേനയിലൊക്കെ കൂടുതലും പുരുഷന്മാരെ മാത്രമാണ് എടുക്കാറ്. അപ്പൊ ഇതൊക്കെ എന്താണ് ഒരു വർക്ക് സ്പേസിലുള്ള ഒരു ഇനിക്വാളിറ്റീസിനെ നമുക്ക് ഇനിക്വാളിറ്റീസ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. In much of society, work is divided into generated categories. This division of labor is not a new concept. It dates back of the hunter-gatherer era. As society becomes more complex, the division of labor becomes more complicated as well. Emil Durkheim discussed the evolution of functioning and the tradition of contemporary communities. Hunting and gathering societies have 5 distinct characteristics. The family is the primary institution which determines how food is shared and how children are socialized, as well as provided for the safety of its members. They are small, with less than 50 people. There is still a work of labor division depending on gender. Men do the outdoor work while women take care of the house. അപ്പോൾ ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബർ അല്ലെങ്കിൽ വർക്ക് സ്പേസിലുള്ള പുരുഷന്മാരെയും സ്ത്രീകളുടെയും ഈ ഒരു ഡിഫറൻസും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നമുക്ക് നമ്മുടെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് നൽകിയിട്ടുള്ള ചില തൊഴിലുകൾ ഇതെല്ലാം പണ്ട് മുതലേ നിലനിൽക്കുന്ന ഒന്നാണെന്നാണ് പറയാം. കാരണം ഏൻഷ്യന്റ് ആയിട്ടുള്ള ടൈമിൽ പോലും സ്ത്രീകളും പുരുഷന്മാരും വേട്ടയാടുന്ന കാലഘട്ടത്തിലാണെങ്കിൽ പോലും സ്ത്രീകളെയും പുരുഷന്മാരെയും ഇത്തരത്തിൽ ഡിവൈഡ് ചെയ്തു ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സ്ത്രീകള് പണ്ട് അതിപുരാതന കാലഘട്ടത്തിലൊക്കെ സ്ത്രീകള് പുരുഷന്മാരുടെ ഒപ്പം പോയി വേട്ടയാടിയിരുന്നു. പക്ഷെ പിന്നീട് വന്നപ്പോൾ സ്ത്രീകൾ വീടുകളിൽ നിലനിൽക്കുകയും കുഞ്ഞുങ്ങളെ പരിചരിക്കുകയും മാതാപിതാക്കളെ അല്ലെങ്കിൽ പ്രായമായവരെ പരിരക്ഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും പുരുഷന്മാർ വീടിന് പുറത്തു പോയി അല്ലെങ്കിൽ ഗുഹകളുടെ പുറത്തു പോയിട്ട്
അവര് കാട്ടുമൃഗങ്ങളെയൊക്കെ പിടിച്ച് അതിനെ കൊന്ന് വേട്ടയാടി പിടിച്ച് കൊന്ന് അത് ഭക്ഷണമാക്കി വീടുകളിൽ കൊണ്ടെത്തിക്കുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടം മുതൽ നമ്മൾ തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു 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 രീതിയാണ് ഇന്നും നമ്മൾ പിന്തുടരുന്നതെന്നാണ് നമ്മുടെ സോഷ്യോളജിസ്റ്റുകൾ പറയാം. അപ്പൊ ആ ഒരു ഡിവിഷൻ ഓഫ് ലേബർ പണ്ട് കാലഘട്ടങ്ങൾ മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നും അത് ആ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളൊക്കെ ഇന്നും അതേപടി തന്നെയാണ് നിലനിൽക്കുന്നത്. പെൺകുട്ടികൾ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ നിലനിൽക്കുന്നതാണ്. വീട്ടിലെ കുഞ്ഞുങ്ങളെയും അച്ഛനെയും അമ്മേനെയും ഒക്കെ നോക്കേണ്ട ആളുകളാണ് എന്നുള്ള ചില ചിന്തകളൊക്കെ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്, ആഴത്തിൽ പതിയുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഭർത്താവ് ജോലി ഉപേക്ഷിച്ച് വീട്ടിലെ കുഞ്ഞുങ്ങളെ നോക്കാനോ അച്ഛനമ്മമാരെ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് സമൂഹം മുറുമുറുക്കുന്നതിന് കാരണമാകും അല്ലെ. ഓ, ജോലി കളഞ്ഞ ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട്, ഭർത്താവ് ജോലി കളഞ്ഞ് വീട്ടിൽ ഇരിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആളുകൾ പറയാൻ തുടങ്ങും. അപ്പൊ അത്തരത്തില് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റി ഉറച്ചു വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ജെൻഡർ എന്ന് പറയുന്നതിലൂടെ വ്യക്തമാക്കുന്നത്. സ്ത്രീകൾ എന്ന് പറയുന്ന വീട്ടിൽ തന്നെ നിലനിൽക്കുന്ന ആളുകളാണ്. പുരുഷന്മാർ പുറത്തു പോയി ജോലി ചെയ്യേണ്ടവരാണ്. ഇതെല്ലാമാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന കോൺസെപ്റ്റില് അല്ലെങ്കിൽ ജെൻഡർ ആൻഡ് വർക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മൾ കൃത്യമായിട്ട് എഴുതേണ്ട കാര്യങ്ങൾ. ഇതിനെക്കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഏൻഷ്യന്റ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏൻഷ്യന്റ് കാലഘട്ടം മുതൽ ഇത്തരത്തിൽ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായിരുന്നു. സ്ത്രീകളെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും പുരുഷന്മാർ പുറത്തു പോയി വേട്ടയാടുകയും ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയം അതേ രീതി തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത്. ഇന്നും നമ്മുടെ സമൂഹം അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളിൽ നിന്ന് ഒരു അണുവിട പോലും മാറിയിട്ടില്ല എന്നുള്ള കാര്യം കൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി സോഷ്യൽ ആൻഡ് കൾച്ചറൽ കൺസ്ട്രക്ഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ നിന്ന് ചോദ്യം വരുന്നത് റൈറ്റ് എ നോട്ട് ഓൺ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കൺസ്ട്രക്ഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. For a long time, gender norms and cultural values have shaped women's and men's role within their houses, which have been reinforced over time and colonialism and imperialism in the past, where women's position in the house was thought to be a requirement of being a good wife and mother. However, since 1960s, the growth അപ്പൊ എന്താണ് പറയുന്നത്, പണ്ട് മുതലേ എന്താണ് സ്ത്രീകള് വീടിനൊരു വിളക്കാണ് സ്ത്രീ ഇരിക്കുന്നതെന്ന് പറയുന്നത് അല്ലെ. പണ്ട് ഒരാളുണ്ട് വീട്ടില് പെൺകുട്ടി ഉണ്ടെങ്കിൽ അത് വീടിന് വിളക്കാണെന്നാണ് പറയാം. അപ്പൊ അത് വേറൊരു അർത്ഥത്തിലും പറയാറുണ്ട്, വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് വീട്ടിൽ തന്നെ ഇരിക്കുക, അത് കുടുംബത്തിന് നല്ലതാണെന്ന്. അത് ശരിയാണ്, ഒരു കാര്യം പറഞ്ഞാൽ അത് കറക്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ജോലി ഇല്ലാതെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ എത്തിക്കാൻ പറ്റും. പക്ഷെ അവളുടെ ആ ലൈഫ്, അവളുടെ ആ ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് യാതൊരു ഉപകാരവും അവർക്ക് ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ഒരു സ്ത്രീക്ക് എപ്പോഴും അവളുടെ ആ ഒരു ചുറ്റുപാടിൽ തന്നെ നിലനിൽക്കേണ്ടി വരും. അപ്പോൾ അതിനെയാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും വീട്ടിലെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കാനും അതുപോലെ തന്നെ മാതാപിതാക്കളെ നോക്കാനും ഒക്കെ ഒരാളെ വേണ്ടിയിട്ടാണ് പണ്ട് വിവാഹം വരെ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സ്ത്രീകൾ ജോലിക്ക് പോവുകയും അതുപോലെ തന്നെ വീട്ടിലെ ജോലികൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് ജോലികളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്നും ചില ആളുകൾക്ക് ഭയങ്കര മടിയാണ്. ഞാൻ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയാനായിട്ട് ആൺകുട്ടികൾക്ക് ഭയങ്കര മടിയാണ്. അതുപോലെ തന്നെ സൊസൈറ്റി പലതും ഇന്നും മാറിയിട്ടില്ല. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാൻ സാധിക്കും. ഇനി വർക്ക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വുമൻസ് എൻഗേജ്മെന്റ് ഓഫ് പെയ്ഡ് labor and the three primary positive elements according to ISA world of labor. Better outcomes for girls and women and society was bold result from women's economic participation outside the home. Women's labor market activity, not just entry, but also long-term attachment allows them to advance to the top level of education, industry, government, and non-profit organization. Family friendly policies encourage women to work. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ, ഈ വിമൻസ് എൻഗേജ്മെന്റ് ഇൻ പെയ്ഡ് ലേബർ ആൻഡ് 3 പ്രൈമറി പോസിറ്റീവ് എലമെന്റ്സ് അക്കോർഡിംഗ് ടു ISA വേൾഡ് ഓഫ് ലേബർ, നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വർക്ക് പാർട്ടിസിപ്പേഷനിൽ ഇപ്പൊ സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് സ്ത്രീകളെ വീടിനുള്ളിൽ തന്നെ ആകുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായ ശേഷം കുഞ്ഞുങ്ങളെ നോക്കാൻ വേറെ ആരുമില്ലാത്തതുകൊണ്ട് സ്ത്രീകൾ തന്നെ അവർ സാക്രിഫൈസ് ചെയ്യുകയാണ് അവരുടെ ജോലിയും അവരുടെ കരിയറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില ബദൽ മാർഗങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. പണ്ടെന്നൊക്കെ പറയുന്നത് ഈ ഒരു ഡേ കെയർ എന്ന് പറയുന്ന കാര്യമൊക്കെ പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പൊന്നും ഇല്ല അല്ലെ. നമ്മുടെ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ മുത്തശ്ശിമാരൊന്നും ഡേ കെയർ എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടിട്ട് കൂടെ ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് പക്ഷേ ഹോം നേഴ്സുമാർ അതുപോലെ തന്നെ ടേക്ക് കെയറുകൾ ഒക്കെ നമ്മുടെ ഇന്ന് സുലഭമാണ്, അല്ലെങ്കിൽ നമുക്ക് സുലഭമായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കേട്ടുകേൾവിയുണ്ട്. അപ്പൊ അത് നമുക്ക് എന്താണ് ഗേൾസിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു കാശ് കൊടുത്ത് കുഞ്ഞുങ്ങളെ നോക്കാനും പ്രായമായവരെ നോക്കാനൊക്കെ ആളെ ഏൽപ്പിക്കുന്നു. അതുപോലെ തന്നെ അവൾക്ക് ഒരു പെൺകുട്ടിക്ക് അവളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവുകയും കൂടെ ചെയ്യുന്നു. അപ്പൊ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് ബെറ്റർ ഔട്ട്കംസ് ഒക്കെ ഉണ്ടെങ്കിൽ
പെൺകുട്ടികൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ചൈൽഡ് കെയർ സെന്റേഴ്സ്, അതുപോലെ തന്നെ ഹോം നേഴ്സ് സെന്റേഴ്സ് കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് എന്താണ് മെയ്ഡിനെയൊക്കെ നമ്മൾ വെക്കാറുണ്ട് അല്ലേ. അപ്പൊ ഈ മെയ്ഡ് കാര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ജോലിക്ക് പോകാനും നമ്മുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇതെല്ലാം. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ജെൻഡർ എന്താണെന്നും സെക്ഷുവാലിറ്റി എന്താണെന്നും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വർക്ക് പ്രഷർ അല്ലെങ്കിൽ വർക്കിലുള്ള ഇനീക്വാളിറ്റീസ്, ജെൻഡർ ഇനീക്വാളിറ്റീസിനെയും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഹയറാർക്കി, നമ്മുടെ ജെൻഡർ ഹയറാർക്കിനെ കുറിച്ച് പറഞ്ഞു. എപ്പോഴും ജെൻഡർ എന്ന് പറയുന്നത് സ്ത്രീ, പുരുഷൻ, അതുപോലെ തന്നെ ലിസ്ബിയൻസ് ആയിട്ടുള്ള ആളുകൾ, ഗെയ്സ് ആയിട്ടുള്ള ആളുകൾ. ലെസ്ബിയൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീകൾക്ക് സ്ത്രീകളോട് തന്നെയുള്ള ആകർഷണം തോന്നുന്ന വ്യക്തികളെയാണ് നമ്മൾ ലെസ്ബിയൻസ് എന്ന് പറയാം. ഗെയ്സ് എന്ന് പറയുന്ന പുരുഷന്മാരോട് തന്നെയുള്ള ഒരു ആകർഷണം തോന്നുന്ന ആളുകളെയാണ് നമ്മൾ ഗെയ്സ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഗെയ്സ്, ലെസ്ബിയൻസ്, ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള പല ജെൻഡറിൽപ്പെട്ട ആളുകൾക്കും അവരുടെ സമൂഹം കാണുന്ന ഒരു പൊസിഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. എപ്പോഴും മുൻപന്തിയിൽ അല്ലെങ്കിൽ ജെൻഡറിൽ ഏറ്റവും ഹൈറാർക്കിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന എപ്പോഴും ആരാണ്? മെയിൽസ് ആണ്, അല്ലെങ്കിൽ പുരുഷന്മാരെ തന്നെയാണ് നമ്മൾ ഏറ്റവും മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് സ്ത്രീകളുടെ അവസ്ഥ, അതിനുശേഷമാണ് ലെസ്ബിയൻസിന്റെയും അതുപോലെ തന്നെ ഗേസിന്റെ ഒക്കെ ഒരു പൊസിഷൻ വരുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, ഒരു സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഹൈറാർക്കി ഒക്കെ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം അതുപോലെ തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്ത്രീകളും ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ വീട്ടുകാർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുക, പെൺകുട്ടിയാണെങ്കിൽ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഒക്കെ ഉണ്ടാവുന്നതൊക്കെ ഇതിന്റെ ഒരു ആദ്യപടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പുരുഷന്മാര് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ആൺകുട്ടികളാണ് ഏറ്റവും നല്ലതെന്നുള്ള ഒരു ചിന്തയൊക്കെ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുകയും ഒന്ന് വായിച്ചു നോക്കുകയും കൂടെ ചെയ്യാം. അസൈൻമെന്റ്സുകളൊക്കെ കൃത്യമായിട്ട് വെച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും വെക്കാത്തുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ഉടനെ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. അസൈൻമെന്റ്സിനൊക്കെ മാർക്കുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോഴേ പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങിക്കോളാം. ഡിസംബർ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എക്സാമുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. അപ്പം കൃത്യമായിട്ടൊന്ന് പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.